ഈ ഒരു വിസ്താരം, അതായത് ഈ ഒരു വീതിയും ഈ ഒരു നീളത്തിൽ എഴുന്നിട്ട് മലയാള സിനിമ, അതായത് കേരളം, കൊച്ചു കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരന് ഒരുപാട് അകലെയാണ്, അത് ഒരുപാട് ദൂരെയാണ്. പക്ഷെ അതിൽ അഭിനയിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരനെയും വാസുവേട്ടൻ്റെ സുഹൃത്ത് വലയങ്ങളിൽ എങ്ങനെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ചോദ്യം. കോണിച്ചോട് കിട്ടിയിട്ട് ഒരു 23 വർഷമായിട്ടുള്ളൂ. അതെ, അതിന് മുമ്പ് ഞാൻ ഫുട്പാത്തിലായിരുന്നു. അന്നേ ഞാൻ എത്ര വലിയ ആളുകളെ പരിചയമുണ്ട് ഫുട്പാത്തിൽ നിന്നിട്ട്. അതായത് പ്രശാന്ത് ബേക്കറി, വീനറ്റ് ടോഴ്സ് എന്നൊക്കെ കടയുണ്ടായിരുന്നു. അവൻ്റെ അടുത്ത് ഞാൻ ഇരുന്നിട്ട് വർഷങ്ങളായി. അവിടെ ഇരുന്നു കൊണ്ടാണ് ഈ റൂം ഉണ്ടാക്കിയത്. അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഈ ആളുകളൊക്കെ ഞാൻ ബന്ധമുണ്ട്. അവിടെ ഇരുന്നു കൊണ്ട് തന്നെയാണ് ഈ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അതിന് മുമ്പ് തൃപ്രന്തൊക്കെ ഒരു ബന്ധങ്ങളുണ്ടായിരുന്നു. പക്ഷെ അടുത്ത ബന്ധങ്ങളുണ്ടായിരുന്നു മുഴുവൻ കൂടി ബന്ധങ്ങളിലേക്ക്, പ്രിയറിന്റെ ബന്ധങ്ങളിലേക്ക് മുഴുവൻ ഇവിടെ ഈ പ്രശാന്ത് ബേക്കറി വേനോട്ടില്, വീനറ്റ് ടോഴ്സ് വേനോട്ടിലോട് അവിടെ ഇരുന്നിട്ടാണ്. പിന്നെ ഇവിടെ റൂം എടുത്തത് അതിന് ശേഷമാണ് ഉണ്ടായത്. അപ്പോഴേക്ക് ഈ ബന്ധം പടർന്നു കഴിഞ്ഞു. തീർച്ചയായിട്ടും. നമ്മൾ ശരിക്കും കാണാൻ കഴിഞ്ഞത് നമ്മുടെ ഇപ്പോഴത്തെ 41ാമത്തെ വാർഷികം. ഇവിടെ കട 20 വർഷം ഇവിടെ റൂം എടുത്തിട്ട്. അതെ, ബാക്കി മുഴുവൻ സ്ഥലം ഫുട്പാത്തായിരുന്നു. അതെ. അതിനൊരു വാർഷിക ആഘോഷിച്ചപ്പോൾ ഞാനടക്കം അവിടെ സാക്ഷിയായിരുന്നിരുന്നു. മലയാള സിനിമയിലെ ഒട്ടുമിക്ക ആൾക്കാരും അവിടെ വന്ന്, ഇനി പേരെടുത്ത് പറയാനില്ല, എല്ലാ മേഖലയിലും സംവിധായകര്, നിർമ്മാതാക്കള്, കഥ എഴുതുന്ന ആൾക്കാര്, അഭിനയിക്കുന്ന ആൾക്കാര്, നൃത്തത്തിലുള്ള ആൾക്കാര്, കവികള്, സംഗീതത്തിലുള്ള ആൾക്കാര്, അതെ, എല്ലാ മേഖലയിലുള്ള ആൾക്കാരിനും വാസുവേട്ടന്റെ ഈ ഒരു പരിപാടിക്ക് വാസുവേട്ടൻ ക്ഷണിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ 23 വർഷമല്ല റൂം എടുത്തിട്ട്, 25 വർഷമായി. അതിന് മുന്നേ ഫുട്പാത്തിലാന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് ആ സ്ഥാപനങ്ങൾ അവിടെ ഇല്ല. പ്രശാന്ത് ബേക്കറി, വീന സ്റ്റോഴ്സ് ഒന്നും അവിടെ ഇല്ല, നമ്മുടെ ഓർമ്മയില്ല. ഇന്നിപ്പോ നമ്മൾ കാണുന്ന സ്ഥാപനങ്ങളുള്ളൂ. പക്ഷെ വാസുവേട്ടന്റെ നിലനിൽപ്പ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു പുഷ്പം പോലെ തന്നെയാണ്. അതിൽ തന്നെ അടി ഉറച്ചു നിർന്ന ഒരു പുഷ്പം. അതില് എന്നെ ഇവിടെ എത്തിച്ച് ജനങ്ങളോട് പറയണല്ലോ. ജനങ്ങൾ ഓർഡർ തരാണ്ട് എനിക്ക് ഇവിടെ എത്താൻ പറ്റില്ല. തീർച്ചയായിട്ടും ജനങ്ങളാണ് അവരാണ് എന്നെ ഇവിടെ എത്തിക്കുക. അത് എന്റെ വീട്ടിൽ കൊണ്ടുവന്ന സ്വത്തൊന്നുമല്ല, മുതലൊന്നുമല്ലത്. എന്നെ ഇവിടെ എത്തിച്ച് ജനങ്ങളാണ്. അതായത് ഓരോരുത്തരും ഓരോരോ പൂക്കളും മേടിച്ചിട്ടാണ്, നാലോടും റേത്തും അതും മുല്ലപ്പൊക്കെ മേടിച്ച ആൾക്കാരാണ് എന്നെ ഇവിടെ തന്നെ എത്തിയത്. അതെനിക്ക് മറക്കാൻ പറ്റുമോ? ഒരിക്കലും പാടില്ല. അപ്പൊ ഞാനൊരു ഭാഷ നടത്തി വേണ്ടി ഈ ഭാഷ നടത്താനുള്ള കാരണം ഈ ജനങ്ങളാണ്. ജനങ്ങളിൽ ഈ ഭാഷ നടത്താൻ പറ്റില്ല. ഒരിക്കലും പറ്റുമോ? എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണമല്ലത്, ഇതിലുള്ള ജനങ്ങളുടെ പണമാണ്. അത് വലിയ കാര്യമല്ലേ? അതായത് കസ്റ്റമർ ഈസ് ഗോഡ് എന്ന് പറയുന്ന ഒരുപാട് കച്ചവടക്കാരെ നമുക്കറിയാം. പക്ഷെ അതിൽ ചില ആൾക്കാർ ശരിക്കും ചൂഷണം ചെയ്യുന്നുണ്ട്, കാശ് മാത്രം മുതൽ കണ്ടിട്ട്. പക്ഷെ ഈ കസ്റ്റമർ ഈസ് ഗോഡ്, ജനങ്ങളാണ് നമ്മുടെ എല്ലാം എന്ന് പറയുന്ന ഒരു വ്യക്തിനെ നമ്മൾ കണ്ടു. അദ്ദേഹം ഇതിൽ നിന്ന് ഒരുപാട് കാശൊന്നും സമ്പാദിച്ചിട്ടില്ല. അതിങ്ങനെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം മാറ്റിവെച്ച് അത് ചെയ്ത് അതിന് സുഹൃത്ത് വലയങ്ങൾ ഉണ്ടാക്കി അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ ലൊക്കേഷനുകളിൽ പോയിട്ട് ആ സുഹൃത്ത് ബന്ധങ്ങളെ പുതുക്കി ഇന്ന് മലയാള സിനിമയിലെ മുഖ്യ താരനിരയിലിരിക്കുന്ന ഒരുപാട് ആളുകളായിട്ടുള്ള ബന്ധം വാസുവേട്ടന് അത് കൊണ്ടുപോകാൻ കഴിയും. അത് ഉണ്ടാക്കിയ കാരക്കാരൻ പ്രിയേട്ടനാണ്. പ്രിയേട്ടൻ, അതെ, പ്രിയനന്ദൻ. അദ്ദേഹത്തെ പരിചയപ്പെട്ട ശേഷമാണ് ഈ ബന്ധങ്ങൾക്ക് ഉണ്ടായത്. അദ്ദേഹം ഒരാളെ പരിചയപ്പെടുത്തി, അയാൾ വേറെ പരിചയപ്പെടുത്തി. പിന്നാണ് അങ്ങനെയാണ് പിന്നെ വന്ന് അങ്ങനെ ഈ ഇത്തരം ആളുകളെ ബന്ധം ഉണ്ടാക്കിയതാണ്. അത് നിസ്സാര കാര്യമൊന്നുമല്ല, ഒരിക്കലും നമ്മൾക്ക് ബന്ധങ്ങളുണ്ടായി. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. പക്ഷെ പണത്തിന് ഓരോ ആർത്തിയിലെത്ത ആൾക്കാരെ എന്റെ കൂടെ നിൽക്കുന്നവരൊക്കെ, എന്റെ കൂടെ എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞ ആൾക്കാരൊക്കെ പണത്തിനോട് ഒരു ആർത്തിയില്ലാത്ത ആൾക്കാരാണ്. പണം ചാവുന്ന ആൾക്കാരല്ല. പണമാണ് ഏറ്റവും വലുത് നിൽക്കുന്ന ആൾക്കാരും എന്റെ കൂടെ ആൾക്കാരില്ല. ഇല്ലല്ല, മനുഷ്യത്വമുള്ള ആൾക്കാരാണ്. അതായത് ഒരാൾ ഒരു ചായ കുടിക്കണമെങ്കിൽ നമ്മൾ പേടിക്കണം, നാളെ കണക്ക് ഓരുന്നു. പക്ഷെ ഇവരതില്ലാത്ത ലോകത്താണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് എന്റെ അങ്ങനത്തെ ആൾക്കാർ കൂടെ ഉള്ളൂ. എന്റെ സുഹൃത്തുക്കളൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഹാപ്പിയാണ്, സന്തോഷമാണ്. അത് ഇനി പറഞ്ഞ അങ്ങനെയുള്ള പോക്കും അങ്ങനെ തന്നെയായിരിക്കും, സംശയമൊന്നുമില്ല. പക്ഷെ നമ്മുടെ 41 ഭാഷത്തിന് ഞാൻ പറയുന്നതിന്റെ അപ്പുറം ആളുകളെല്ലാം വന്നു. വലിയ പരിപാടി, അത് എല്ലാ ആളുകളും. പക്ഷെ
മധുവമ്പാട്ട് ക്യാമറ മധുവമ്പാട്ട് വരുന്ന സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം വന്നു. വാർഷിക അതായത് നോട്ടീസ് പ്രകാശന ആള് വന്നു. പിന്നെ കഴിഞ്ഞ വാർഷിക ആള് വന്നു. ഗംഭീരാക്കി ഈൻ മണി, അതായത് നെല്ലി എന്ന സിനിമയുടെ മേക്കപ്പ് മാൻ. നെല്ലി പറഞ്ഞ ഒരു എത്ര വർഷം തൃശ്ശൂർ രാഗം തിയേറ്ററിന്റെ പണി പൂർത്തിയാക്കിയിട്ട് ഫസ്റ്റത്തെ പടം നെല്ലി. അതിന്റെ മേക്കപ്പ് ആണ് പ്രിയൻ മണി. ആ പ്രിയൻ മണി നമ്മുടെ പരിപാടിക്ക് മദ്രാസിൽ നിന്ന് ആള് വന്നു. അത് മണിച്ചത്താഴ് ദേവസ്ഥലത്തേക്ക് മേക്കപ്പ് മാൻ പ്രിയൻ മണി. അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞു മണിയുടെ വരുന്ന പറഞ്ഞ ആള് വന്നു. ഒരു പൊന്നാട അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ആള് വന്നു, ഇത്രയും ദൂരത്തിന് ആള് വന്നു. മധുവമ്പാട്ട് അവിടുന്ന് മദ്രാസിനെ ഫ്ലൈറ്റ് എടുത്ത് എറണാകുളത്ത് വന്നു, കാലത്ത് വന്നു. ഒരു പൊന്നാടിക്ക് പൊന്നാട മൊമെന്റ്, വേറൊന്നുമില്ല. സ്നേഹമാണ് വലുത്, അതാണ് വലുത്. പണപ്രാന്ത ആൾക്കാർക്കില്ല. നല്ല മനുഷ്യന്മാർ ലോകത്തുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നല്ലത് നിലനിൽക്കുന്നത്. നല്ലത് മാത്രം നിലനിൽക്കുള്ളൂ. അത് അങ്ങനത്തെ കുറച്ച് ആൾക്കാർ എൻ്റെ കൂടെയുണ്ട്. അത് മാത്രമേ, വേറെ ഒന്നുമില്ല. പണത്തോട് അങ്ങനെ ആർത്തിപ്പെട്ട ആൾക്കാർ എൻ്റെ കൂടെ ഇല്ല. ഇല്ല. ഈ വാക്ക് ശരിക്കും പറഞ്ഞ ഓരോ കലാകാരനും എടുത്തു വെച്ച് എഴുതി വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു വാക്കാണ്. നമ്മൾ കാശിനെ മാത്രം സ്നേഹിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കലാകാരൻ അന്ന് മരിച്ചു എന്ന് തന്നെ പറയാം. അതായത് കലാകാരന്റെ ഉള്ളിൽ ഒരിക്കലും മറ്റേ ഒരു ജാതി മത ഭ്രാന്തൊന്നും ഇല്ല. ഈ മറ്റുള്ളവരുടെ ഉള്ളിൽ എങ്ങനെ ഒരു ട്രെയിൻ എങ്ങനെയെങ്കിലും ഇടിച്ച് തകർക്കണം ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ മനസ്സിലുണ്ടാകും. കലയെ കച്ചവടമാക്കി കാണാത്ത, കലയെ മാത്രമാക്കി കണ്ട് സ്നേഹിച്ച ആളുകളെ മാത്രം കണ്ട് കൂട്ടിപ്പിടിച്ച് നടക്കുന്ന, കലയെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളാണ് പാലക്കാടും തൃശ്ശൂരിന്റെയും മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വടക്കഞ്ചേരി എന്ന ഈ സ്ഥലത്തെ ഒരു കൊച്ചു പൂവിന്റെ ഒരു കട വെച്ചിട്ടുള്ള വാസുവേട്ടൻ. അദ്ദേഹത്തെ ഒരിക്കലും വലിയൊരു മുഖവരി വെച്ചിട്ട് നമ്മൾ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. വാസുവേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കട വാസു, വടക്കഞ്ചേരി എന്ന് പറയുന്ന ജയരാജ് വാര്യർ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ഇർഷാദ്, പ്രിയനന്ദൻ, ബിപിൻ ജോർജ്, അങ്ങനെ ഒരുപാട് പേരെടുത്ത് പറയണമെങ്കിൽ നമ്മള് ഒരുപാട് പേരുണ്ട് മലയാള സിനിമയിൽ. അവരെയൊക്കെ, അതായത് ഞാൻ പറഞ്ഞില്ലേ, കാശ് ഇത് രണ്ടാണ്. അദ്ദേഹം കാശിന് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഇന്നുള്ളൊരു കോടീശ്വരനായി മാറും. ഇഷ്ടംപോലെ അവർ ഒരു ചായ വെള്ളം വാങ്ങിച്ചു കുടിക്കരുതാ. അതെ, ഒരിക്കലും മേടിച്ചു കാശ് കൊടുക്കുന്ന ആൾക്കാരത് ചായ വെള്ളം മേടിച്ചു കുടിക്കരുത്. അവൻ അത് കണക്കൂട്ടും. അതെ, ഞാൻ പറഞ്ഞ അറിയാം. അതെ, ഇവിടെ തൊട്ട് പറയാം. അതെ, അവിടെ സുഖമില്ല. അതെ അതെ അതെ. ഏതൊരു കാര്യം നമ്മളൊരു പെയിന്റിങ് ചെയ്യുകയാണെങ്കിലും ഒരു ചായ ഉണ്ടാക്കുകയാണെങ്കിലും അതിനൊരു കലയുണ്ട്. എനിക്ക് മനസ്സിലാക്കുന്ന വെച്ച് കഴിഞ്ഞാല് വാസുവേട്ടൻ ഓരോ ശ്വാസത്തിലും ഒരു എന്താ പറയാ, ഒരു കലാകാരന്റെ ഒരു സ്റ്റൈൽ, ഒരു കലാകാരന്റെ ഭംഗി, ഒരു കലാകാരന്റെ ആസ്വാദനം കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പുള്ളി പറയുന്നത് കച്ചവടമാക്കുന്ന ഒന്നിനെയും, അതായത് ഒരു പരിധിയിൽ കൂടുതൽ കച്ചവടമാക്കുന്ന ഒന്നിനെയും വാസുവേട്ടൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പൂവിൽ നിന്ന് ലക്ഷങ്ങൾ കോടികൾ കൊയ്തിട്ടുള്ള ആൾക്കാർ, എക്സാമ്പിൾ ഒരുപാട് പേരുണ്ട്, പേരെടുത്ത് പറയണമെങ്കിൽ ഇപ്പൊ മെൻഷൻ ചെയ്യാം, പക്ഷെ ഞാൻ അത് ഉദ്ദേശിക്കുന്നില്ല. എനിക്കറിയുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ വാസുവേട്ടൻ സാധാരണ രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നു. കാരണം വെച്ച് കഴിഞ്ഞാല് പുള്ളിയുടെ ശരീരവും മനസ്സും മുഴുവൻ കിടക്കുന്നത് പൂക്കളെക്കാൾ കൂടുതൽ കലയിലാണ്. മനസ്സിലാവുന്നുണ്ട്? ആ ഒരു ഇത് 10-23 വർഷങ്ങൾക്ക് മുന്നേ വാസുവേട്ടൻ നേരത്തെ പറഞ്ഞു, 30-35 വർഷങ്ങൾക്ക് മുന്നേ വാസുവേട്ടൻ ഇവിടുന്ന് തോൾസഞ്ചായിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത്, അന്ന് ഓട്ടോക്കാർ പോകുമ്പോൾ അന്ന് 10-25,000 രൂപയുടെ പൂവ്, 35 വർഷം എന്ന് പറയുമ്പോൾ 1990 അന്ന് പുള്ളിയുടെ കച്ചവടം 10-30,000 രൂപ കയ്യിലുണ്ടായിട്ട് പോകുന്ന വ്യക്തിയാണ്. അന്ന് 30,000 എന്ന് പറയുമ്പോൾ ഇന്നത്തെ പൈസ എത്ര അത് ഏകദേശം 1 ലക്ഷം രൂപയുടെ മുകളിലുണ്ടാവും. അന്ന് പുള്ളിയെ കാശ് സേവ് ചെയ്തിട്ട് നല്ല ഒരു ഇതാകണം, ഇന്ന് നല്ലൊരു ഫണ്ടറായിട്ട് മാറും. പക്ഷെ പുള്ളി അങ്ങനെയാണ്. ആ കാശ് നമ്മുടെ അല്ല, അതൊക്കെ പക്ഷെ കയ്യിലുണ്ടാവും. അത് അങ്ങനത്തെ ഒരു റോളിങ്ങാണ്. ബിസിനസ് കാണാതെ ജീവിതത്തില് ഈ കലയെ, അതായത് മനുഷ്യൻ പിടിച്ചു നിൽക്കുന്നത് കലാകാരന്മാർ മുന്നിലാണ്. കാരണം വെച്ചാൽ കലാകാരന്മാർ ഈ ലോകത്ത് ഒരിക്കലും കലാകാരന്മാർ നശിച്ചു എന്നുണ്ടെങ്കിൽ ലോകം നമ്മള് ഇന്ത്യയിൽ ഏറ്റവും പണക്കാരൻ വടക്കഞ്ചേരി വിരൽ വെക്കുക. ഏറ്റവും പണക്കാരൻ ലോകത്തെ ഏറ്റവും പണക്കാരൻ വടക്കേ വിരൽ വെക്കുക. ആർക്ക് വേണം വരുന്നേ? ആർക്ക് വേണം വരുന്നേ? ആ പണക്കാരൻ വടക്കേ വരികയാണെങ്കിൽ
ഷാരൂഖ് ഖാൻ മംഗളത്തിൽ വെച്ചോ അവിടെ ആരുണ്ടാവുക? തീർച്ചയായിട്ടും ഷാരൂഖ് ഖാൻ അപ്പൊ ഈ പണക്കാരും കൂടെ ആരുണ്ടാവുക? ഒരു മനുഷ്യനുണ്ടാവും. ആർക്കാണ് ഇതിലുള്ള നമ്മുടെ ഗതികേട് കൊണ്ട് നമ്മ പലിശ കാശ് കൊടുക്കുന്നുള്ളൂ. അതെ. ഇവരിന് ആർക്ക് വേണം പറയാം? അതെ പണം ഈ പണക്കാരന് നമുക്ക് ആർക്കും താല്പര്യമില്ല. താല്പര്യം. ഏറ്റവും വിശപ്പാണ് ഏറ്റവും സത്യം. വിശപ്പിനുള്ള സത്യം. വിശപ്പടക്കുക. പക്ഷേ അതിനൊപ്പം കലയും കലാകാരന്മാരെ പറയാം. ഷാരൂഖ് ഖാൻ പറയാം മംഗലത്തെ ഒരാൾ വരികയാണെങ്കിൽ ഇവരെ ഈ ലോകത്തെ ഏറ്റവും പണക്കാരെ വടക്കേ ടൗൺ വരികയാണെങ്കിൽ അവിടെ ആളുണ്ടാവുക. തീർച്ചയായിട്ടും ഷാരൂഖ് ഖാൻ വരും. അപ്പൊ പണക്കാരോട് ആളുണ്ടാവണ്ടേ? ഒരു മനുഷ്യനുണ്ടാവും. അവർ കാശിനെ മാത്രം സ്നേഹിച്ചിട്ടുള്ളൂ. അതായത് ഇതില് ഒരുപാട് കാര്യം പഠിക്കാനുണ്ട്. അന്നത്തെ ഷാരൂഖ് ഖാൻ സിനിമയിലെ ഷാരൂഖ് ഖാൻ പോട്ടെ ഇന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും നടന്മാരെ ഇന്ത്യയിലെ അതായിക്കോട്ടെ അവരിപ്പോ ആര് ഏറ്റവും ആൾക്ക് വരികയാണെങ്കിൽ തന്നെ മംഗലത്തല്ല പാലക്കാട് വരികയാണെങ്കിൽ വടക്കഞ്ചേരി ഏറ്റവും പണക്കാർ വരികയാണെങ്കിൽ അവിടെ അപ്പൊ എവിടെ ഏറ്റവും കൂടുതൽ എവിടെ ജനം ഉണ്ടാവും? അതെ തീർച്ചയായിട്ടും ജനപ്രീതി നേടുന്നത് കലാകാരന്റെ കൂടെ, പണക്കാരുടെ ഉണ്ടാവുക, പണക്കാരുടെ കൂടെ അല്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അവരുടെ പണങ്ങളുടെ തലയുറ ആൾക്കാരുണ്ടാവും. നമ്മൾ ചൊറിയില്ല. ചൊറിയോ? ഒരിക്കലും ഉണ്ടാവില്ല. നമ്മുടെ ഗതികൾ കൊണ്ട് നമ്മുടെ ആധാരം പണിച്ച് പൈസ എടുക്കും. അത് വേറെ കാര്യം. അപ്പോൾ അവന്റെ ഇതല്ല, നമ്മുടെ മുതൽ മുഴുവൻ അവിടെ വെച്ചിട്ടാണ്. ഒരു മനുഷ്യനെ വാസോടയും പറഞ്ഞൊരു പോയിന്റിൽ ഒരു മനുഷ്യന്റെ മനസ്സിലാക്കാൻ പെട്ടെന്ന് പറ്റും. അതായത് നിങ്ങൾക്ക് കല ഇഷ്ടമാണോ കച്ചവടം ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ കച്ചവടത്തിനാണ് ഓക്കെ പറയുന്നുണ്ടെങ്കിൽ അവൻ ജീവിതത്തിനെ ബഹു സീരിയസ് ആയിട്ട് എടുക്കുകയും അവന്റെ ജീവിതത്തിൽ നർമ്മങ്ങളും ഫലിതങ്ങളും, അതായത് ഒരു കെമിസ്ട്രി വർക്കാണെന്നുണ്ടെങ്കിൽ തമാശകൾ വരണം, പാട്ടുകൾ വരണം, സംഗീതങ്ങൾ വരണം, എല്ലാം വരണം. അതൊന്നും ഇല്ലാത്തൊരു കച്ചവടക്കാരനായിട്ട് മാറുമ്പോഴാണ് ഈ കച്ചവടക്കാരനോട് ആളില്ലാതിരിക്കുക. ഞാൻ പൂക്കടക്കാരാണ്. പൂ കൊടുത്തു, കാശ് കൊടുത്തു. ഇത് ആർക്കും താല്പര്യമില്ലത്. ഈ പൂക്കടക്കാരൻ ആർക്കാണ് താല്പര്യം? എന്താ വില? മുല്ലപ്പന്തല കൊടുത്തു, അത് കൊടുത്തുകൊണ്ടുപോയി. പക്ഷെ അതിനപ്പുറം ഞാൻ ആഗ്രഹിക്കുന്നത് കലയാണ്. കലയെന്ന് പറയുമ്പോൾ സുഖമുണ്ട്. ഒരു പൂക്കടക്കാരനാണ് എനിക്ക് താല്പര്യമില്ല. കോടീശ്വരന്മാര് ബന്ധമുണ്ടാവും. നമ്മുടെ കലയാകുമ്പോൾ എത്ര കോടീശ്വരനായാലും നമ്മുടെ മുമ്പിൽ നിൽക്കും. ഈ പൈസക്കാരനെ ബഹുമാനിക്കുമ്പോൾ അവൻ ചായത്തോട്ടം അത് കൊള്ളനുണ്ടാവും. നമ്മൾ തലയോറിയാണ്. എന്തായാലും ആവശ്യം നമുക്ക് കോടീശ്വരന്മാര് ബന്ധമുണ്ടാവും. ഒരു പക്ഷേ ആ പലിശക്കാരനേക്കാൾ കൂടുതൽ പൈസ ഈ കലാകാരൻ എടുത്തിട്ടാണ് ഉണ്ട്. അവര് നമ്മളെ കാണുമ്പോൾ കലാകാരന്മാര് വളരെ റെസ്പെക്ടോടെ ചായ കുടിക്കുമ്പോൾ ഈ ഒന്നാം പേരെ കണ്ടുള്ളവൻ തലയും ചോദിച്ചിട്ട് ബഹുമാനം സംഭവിക്കാൻ നിൽക്കും. നമ്മളെ ഹലോ നിൽക്കും. ഇതല്ലല്ലോ അവര്. ഇവര് വന്ന് കോടീശ്വര സിനിമയില് കാക്കനടക്കം വലിയ സെറ്റപ്പ് ഉള്ള ആൾക്കാർ നമ്മുടെ അടുത്തുണ്ടാവും. അവർക്ക് ഇവിടെ വന്നിട്ട് നമ്മുടെ മുമ്പിൽ അസോട്ട് അവിടെ നിൽക്കണ്ടാവും. എത്ര പടത്തിൽ ഓരോ പടത്തിൽ 10-25 കോടി മുടക്കിയ ആൾക്കാർ നമ്മുടെ മുമ്പിൽ ഇവിടെ നിൽക്കുമ്പോ ഈ 10 വരെ കണ്ടോളെ പൈസ കണ്ടോളെ നമ്മുടെ മുമ്പിലോട്ട് ബസ് പിടിച്ചിട്ട് എന്താ വില എന്ന് ചോദിക്കും. അപ്പൊ മൈൻഡേ തോന്നില്ല. പൈസക്കാർ നമ്മൾ കണ്ട് മടുത്ത ആൾക്കാരാണ്. നമ്മുടെ കയ്യിലില്ല. നമ്മുടെ കയ്യിലില്ല. അത് വേറെ കാര്യം. നമ്മൾ കോടീശ്വരം നമ്മൾ കണ്ട് മടുത്താണ് നമ്മളെ. പക്ഷെ ഈ പറഞ്ഞ ഈ നട്ടപ്പിച്ച തോട്ടവും തേങ്ങ മാങ്ങത്തും ഉള്ളവരൊക്കെ നമ്മുടെ മുമ്പിൽ മത്സരം നിൽക്കുമ്പോൾ എനിക്കൊന്നും തോന്നുന്നു എന്താ വെച്ചാല് നമ്മൾ അതുപോലെ ആളെ കണ്ട ആൾക്കാരാണ്. സത്യല്ലേ? അല്ലേ? അപ്പൊ ഇത് നമ്മൾ ഈ നേരം വിളിക്കാത്ത സ്ഥലത്ത് ജീവിക്കുന്ന ഞാൻ പറയില്ല. പക്ഷെ അത് ഈ പൊങ്ങച്ചം കളിക്കുന്ന ആൾക്കാർ ഓർക്കണം. എല്ലാവരും പറയില്ല. നല്ല മനുഷ്യൻ കൃഷിക്ക് നല്ല തോട്ടമുള്ള ആൾക്ക് നല്ല മനുഷ്യന്മാരുണ്ട്. അവരൊന്നും ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇവിടെ ഇല്ല. പക്ഷെ ഈ പൊങ്ങച്ച് കളിക്കുന്ന ചില വൃത്തിയായിട്ട ആൾക്കാർ ഇവിടെ അവരത് മനസ്സിലാക്കണം. എന്ന് വെച്ചാല് നേരം കൊടുത്തുനിന്ന് അവർക്ക് ബോധം വരണം. കാശിനെ മാത്രം സ്നേഹിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. കച്ചവടമായിട്ട് എല്ലാ കാര്യത്തിനെയും കാണുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരൊന്നും ഒരിക്കലും ഒരു മനുഷ്യനല്ല. ഒരു മനുഷ്യന്റെ പൂർണ്ണതയിൽ എത്തുന്നില്ല. ഒരു കലാകാരനായിട്ടില്ലെങ്കിലും കൂടി ഒരു കലാകാരനാവുക, അല്ലെങ്കിൽ കലാകാരനായിട്ടും കൂടി വാസുവിന്റെ പോലെ കലയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാവുക. കാരണം വെച്ചാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവും, താഴ്ചയുണ്ടാവും, വീഴ്ചയുണ്ടാവും, ഒരു കയറ്റം ഉണ്ടാവും, ഒരു ഇറക്കം ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ ഇതിനെയൊക്കെ തരണം ചെയ്ത് ഈ നമ്മൾ തകർന്നും കൊണ്ട് തോന്നിയ കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യൻ്റെ ഞാൻ ബോധിക്കും, നല്ല ബോധ്യം ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മള് തളരാതെ നമ്മളിങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ബന്ധുക്കാർ സ്വന്തക്കാർക്കുണ്ടാവും. നമ്മൾ തകർന്നു കഴിഞ്ഞാൽ
നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ എന്തെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ തിരിച്ചു ചോദിക്കുന്നത് എന്റെ അനുഭവം ഞാൻ പറഞ്ഞു സുഖിക്കാറില്ല ഞാൻ പറഞ്ഞു എന്റെ ബന്ധുക്കൾ ചെയ്തതിനോട് ഒരു കാര്യം ഞാൻ എന്റെ കടന്റെ വാർഷികം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരാളെ കടം ചോദിച്ചു ആ കടം ചോദിച്ചുകൂടി അദ്ദേഹം എന്ത് പൈസന്റെ നല്ല പരിപാടി ചെയ്തു പക്ഷെ ഒരു ഹെൽപ്പ് ചെയ്തു അപ്പൊ അതിനുശേഷം പൊളിഞ്ഞു പോകുന്ന സംശയത്തില് എന്നോട് വീണ്ടും അവര് പൈസ ചോദിക്കാൻ തുടങ്ങി തെറ്റൊന്നുമല്ല തന്ന പൈസയാണ് തെറ്റൊന്നുമല്ല പക്ഷേ നമ്മള് ഉറച്ചെടുത്ത് ഒരു തീരുമാനമാണ് എന്താ വെച്ചാല് നമ്മുടെ കഴിവ് നമ്മുടെ പവർ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം കലയാണെങ്കിൽ തീർച്ചയായും അതായത് നമുക്ക് ഇന്നിപ്പോ എന്നെ കുറെ ആൾ കലാകാരൻ വിളിച്ചു പക്ഷെ ഒരു സത്യം പറയാം നമുക്ക് ആരും ഇല്ല എന്ന് തോന്നുമ്പോഴും ഈ കലാകാരന്മാർ നമ്മൾ കൂടി ഉണ്ടാവും എന്റെ വിശ്വാസമാണ് പണം തരണ്ട ആസ്വദിക്കാൻ ഒരു വാക്ക് ആസ്വദിക്കാൻ ഇന്നിപ്പോ സജ്ജി വിളിച്ചല്ലേ വാസോട്ട എന്തായാലും ചോദിച്ചു ഇല്ല കോക്കട വരും അത് ഞാൻ വരാൻ നിൽക്കണം ഞാൻ പറഞ്ഞ എല്ലാരും വിട്ടു അപ്പൊ നീ ഇവിടെ പറഞ്ഞു അപ്പൊ വിട്ടുമാറി നിൽക്കുന്ന ഒരു ഒപ്പിടാൻ വേണ്ടിയിട്ടുണ്ട് അപ്പൊ തന്നെ ബന്ധുക്കാർ സ്വന്തക്കാർ വിട്ടു നിൽക്കും ഒപ്പിട്ട വല്ല പ്രശ്നം വരുമുണ്ട് പറയാൻ പറ്റില്ലല്ലോ ചതിയല്ലേ അപ്പൊ സുബിയറും സജിയും ഞാൻ വിളിച്ചിട്ട് സജിയെ വിളിച്ച് പാസ്പോർട്ട് എന്തായി കാര്യം ചോദിച്ചാൽ ഓക്കെ പറഞ്ഞു ഷുഗർ അവിടെ വരും കുഴപ്പമില്ല വരും അപ്പൊ ഈ നല്ല ആത്മാ സുഹൃത്തുക്കളി എന്റെ കൂടെ നിൽക്കുന്നതന്നെ വലിയ കാര്യം അല്ലേ എവിടെ ബന്ധുക്കാരും സ്വന്തക്കാരും ഒരു കളത്തരല്ലേ അല്ലേ എന്നെ എന്ത് വിശ്വസിച്ചാൽ നിങ്ങൾ ഒപ്പിടാൻ പറഞ്ഞു നിങ്ങൾ ഒപ്പിടാൻ പറഞ്ഞത് നിങ്ങൾ ആത്മസ്നേഹം കൊണ്ടല്ലേ ഇത് എന്റെ ബന്ധുക്കളോട് പറഞ്ഞ ചിലപ്പോൾ ഒപ്പിട്ട് തരില്ല അവർ 100 കാര്യങ്ങൾ പറയും നിങ്ങൾ ഒന്നും കാണാണ്ട് ഓടി വരും പാസ്പോർട്ട് എന്താ വടിപാട്ട് അവിടെയാണ് സ്നേഹം പറഞ്ഞത് നമ്മൾ എല്ലാവരും ആത്മാർത്ഥം വിശ്വസിക്കാൻ പറ്റില്ല എന്റെ സിനിമയിലുള്ള ആളുകളൊക്കെ എന്റെ ചങ്കളെന്ന് വെച്ചാൽ എന്റെ ആത്മാർത്ഥമായ ആളുകൾ തന്നെയാണ് സംശയമൊന്നുമില്ല എന്നെ ഒന്നും അത് എന്നെ ഇങ്ങോട്ട് എന്തുകൊണ്ട് സഹായിക്കുന്ന ആൾക്കാരൊക്കെ ഇന്നിപ്പോ സിനിമയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ ഞാൻ അവിടെ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷെ അവർ എന്തൊക്കെ എന്താ വേണ്ടി ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് അപ്പം അത് അവിടെ നിൽക്കട്ടെ അത് നമുക്ക് നല്ലത് പക്ഷെ എന്റെ നാട്ടുകാരായ നിങ്ങളൊക്കെ എന്റെ കൂടെ നിൽക്കുക നിങ്ങൾക്കൊന്നുമില്ല പക്ഷെ നിങ്ങൾ എന്താ ചെയ്യേണ്ടി വേണ്ടി നിങ്ങൾ എന്റെ കൂടെ നിന്നല്ലോ സജി പറഞ്ഞില്ല പാസ്പോർട്ട് എന്താ വേണ്ടി സജി ഒപ്പിടാൻ ഒന്നും അവൻ ആരെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല അവിടെ സമയം 12 1 മണിക്ക് എന്നെ വിളിച്ചു പാസ്പോർട്ട് എന്താ വേണ്ടി വിളിച്ചു വേറെ ഞാൻ വരട്ടെ പറഞ്ഞു വേണ്ട അതൊക്കെ ശരിയായി പറഞ്ഞു അത് വലിയ കാര്യല്ലേ ഞാനത് പാണ്ടിക്കാൻ പറ്റില്ല നമുക്ക് നാളെ മരിച്ചു പോയി പാണ്ടിക്കാൻ ഇത് ആത്മാർത്ഥ സ്നേഹം കൊണ്ടുള്ള സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അവിടെ ജാതിയോ എനിക്ക് ദൂരമോ അകലോ ഒന്നും ഒരു പ്രശ്നമല്ല വാസോട്ട അത് പരസ്പരം തിരിച്ചറിയാവുന്ന മനസ്സുകളുണ്ടെങ്കിൽ മനുഷ്യന്മാരുടെ മനസ്സുകളുണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ എളുപ്പമാവും ചിലപ്പോ ചില സാഹചര്യങ്ങളിൽ എനിക്ക് വലിയ വിഷമം പറഞ്ഞല്ല നമ്മളൊക്കെ കണ്ടുമുട്ട വൈകി പോയ ആൾക്കാരാണ് തീർച്ചയായിട്ടും ചിലപ്പോ അങ്ങനെ ആയിരിക്കാം എന്താ പറയുക നമ്മള് എനിക്ക് കുറെ സുഹൃത്തുക്കളുണ്ടായിട്ട് ഇഷ്ടം പോലെ സജിയും സുബേറൊക്കെ നമ്മളൊക്കെ കാണാൻ വൈകിപ്പോയി അല്ലെങ്കിൽ മുമ്പേ നമ്മൾ കണ്ടല്ല ഇപ്പൊ നീ തീരുമാനിച്ചു വാസോട്ട് ഗ്രൂപ്പ് എന്ന സാധനം പ്ലാൻ ചെയ്തു ഞാൻ ഓർത്തില്ല ഞാൻ തിരിച്ചു ഞാൻ പറഞ്ഞു 7 ആൾ അപ്പുറം വേണ്ട ആ വണ്ടി കൊള്ളില്ല അത് നമ്മൾ പ്ലാനാണ് ചിലപ്പോ മറ്റുള്ള പ്ലാൻ ചെയ്ത് വേറെ ഉണ്ടാവുന്നില്ല നമ്മൾ ഈ പറഞ്ഞ 7 ഉണ്ടാവും ഇത് വാസോട്ടിനൊപ്പം നമ്മൾ ഒരു യാത്ര ചെയ്യാന്ന് പറയുമ്പോൾ മലയാള സിനിമയിലെ മിക്ക നടന്മാരിനെയും നല്ലൊരു സിനിമയുടെ ലൊക്കേഷനിലേക്കാണ് നമ്മൾ യാത്ര തിരിക്കുക അത് വളരെ നിസ്സാര കാര്യമില്ല സാധാരണ ഒരു വ്യക്തിക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു ദൂരത്തിന്റെ അപ്പുറത്തേക്കായിരിക്കും അതായത് ആ സിനിമയുടെ ലൊക്കേഷനിൽ പോകുമ്പോൾ നമുക്ക് അവരായിട്ടുള്ള ബന്ധം വാസോട്ട കെയർ ഓഫ് ആണെങ്കിൽ ഇരിക്കും എന്താണ് വിശേഷം അവർ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും പക്ഷെ ഒരു സിനിമയുടെ വേറെ ലൊക്കേഷൻ നമ്മൾ അങ്ങോട്ട് പോകണമെങ്കിൽ അവിടെ നിന്ന് മിണ്ടാനോ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് നമ്മൾ ചിലപ്പോൾ എത്ര സമയം നമ്മൾ മാറ്റി വെക്കേണ്ടി വരും അതായത് പുള്ളി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ബന്ധത്തിന്റെ ആഴമാണത് അതിലൊരു ഭാഗമാവുക എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ കാര്യമാണ് അതാണ് ഞാൻ പറഞ്ഞത് പൈസനെ നമ്മൾ ഒരിക്കലും അത് ദൈവം തരും അത് ചില വഴിക്ക് പോവും എന്ന് നിലനിൽക്കണം എന്നില്ല ഉണ്ടാക്കിയ ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് അത് അനുഭവിക്കാനൊരു യോഗം ഉണ്ടാവില്ല പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയുന്ന രീതി
അവിടെ ഒരു കലാബോധമൊക്കെ വരുമ്പോൾ അത് വളരെ വളരെ അപൂർവങ്ങളിൽ ആൾക്കാർക്ക് അതിലൊരാളാണ് വാസ്തവം. അത് ഓക്കെ. പക്ഷെ അത് അങ്ങനെ ആവണമെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കൾ നിങ്ങളെ വന്നു സുബിയായാലും സജി ആയാലും അത് കുറച്ച് ആൾക്കാരുണ്ടല്ലോ, കുറെ കൂട്ടുകാരന്മാർ വേണമെന്നില്ല. ആവശ്യം കലയെ കളിയാക്കാതെ കലയെ സ്നേഹിക്കുന്ന നല്ല സുഹൃത്തുക്കൾ ഒരു മര്യാദ ഒന്നും പ്രതീക്ഷിക്കാതെ ഒന്നും പ്രതീക്ഷിക്കില്ല. നമുക്ക് ഉള്ളത് എവിടെ ഉണ്ട് അല്ല ഉണ്ട്, പക്ഷെ ഒന്നും പ്രതീക്ഷിക്കും. പക്ഷെ നമ്മൾ തേടി സുബീറിനും നിങ്ങളെ കലകാരന്മാർ നിങ്ങളൊക്കെ തേടിയെത്തുന്ന ഒരു സംഭവം അത് എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അത് വരാൻ വരാതിരിക്കും നോക്കണ്ടേയില്ല. നമ്മൾ നീ എപ്പോഴും നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ സുബീറിനൊക്കെ ചാൻസ് കിട്ടുമ്പോഴാണ് അല്ലല്ലോ അത് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിരാശ ഉണ്ടാവും. നമുക്കുള്ളത് ദൈവം തരും, അത് എവിടെയാണെങ്കിലും. അങ്ങനെ ഒരു ഒന്നും പറയാൻ പറ്റില്ല. അതെ, ലാസ്റ്റ് മരിക്കും ഒന്നും പറയാൻ പറ്റില്ല. അതെ, നമ്മൾ ഒരിക്കലും നിങ്ങളൊരു ചാൻസ് ചോദിക്കാറില്ല. അതെ, നിങ്ങളെ കണ്ടെത്തും. അതെ, നിങ്ങൾ എന്റെ സുഹൃത്ത് സുബീർ സജീവ സുഹൃത്താണ്. നിങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല, എവിടെ എത്തുന്നു പറയാൻ പറ്റില്ല. വാസവന്റെ നാവ് പൊന്നാവട്ടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ഈ കാലനെ ഒന്നും തിരിച്ചു പ്രതീക്ഷിച്ചിട്ടോ ഒന്നും ഒരുപാട് അതൊന്നും ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല. നമ്മളും അറിയപ്പെടുന്ന ആളുകളിൽ ഒരാളായിട്ട് നമ്മളും മാറണം നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളൊരു ഒരു സിനിമയുടെ പൂജയ്ക്ക് പോയി. വളരെ എന്താ പറയാ, ഒരു സാധാരണ ഒരു ഇടിവെട്ട് ആഘോഷം, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ പലതരം പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്, എല്ലാ മേഖലയിലും ഉണ്ടാവും. ഇത് വളരെ കൂളായിട്ട് പോയി, വാസുദേവൻ പറഞ്ഞ പോലെ വളരെ കൂളായിട്ട് തിരിച്ചു വന്ന് നമ്മൾ അവിടെ പോയിട്ട് ഞങ്ങൾ സിനിമ പിടിക്കണമെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ സിനിമ പിടിച്ചെന്നോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് വേണം അന്നൊന്നും പറഞ്ഞില്ല. ഞങ്ങളെ ക്ഷണിച്ചു, അത് അവിടെ പോയി തിരിച്ചു. അതെ, അതെ, സംതൃപ്തി എന്ന് പറയുന്നത് അവര് പാവങ്ങള്, അതെ, അവര് അനിയനായല്ലേ, അതെ, അനിയനായ അവരൊക്കെ മറക്കാൻ പറ്റില്ല. എവിടെയാണ് നല്ലൊരു ഇത് വർക്ക് ചെയ്യും. അതെ, അതൊന്നും പക്ഷെ രക്ഷപ്പെടും. അവര് നമ്മളെ പോലെയുള്ള ആൾക്കാരെ കൂടുതലായിരിക്കും കലനെ ഒരുപാട് ഇഷ്ടപ്പെടും. ഈ ചില ആൾക്കാർ പൂജ നടത്താറുണ്ട്, ഒരു ഗതിയില്ല. ഈ പൂജ പിന്നെ അതായത് കാശുകാരല്ല കേട്ടോ, ഒരിക്കലും കാശുകാരൻ. ചന്താവനന്റെ പ്രൊഫഷൻ മാനേജർ, ചന്താവന പള്ളിയോട്, അത് അവർക്ക് അവൻ പറയുന്നത് അധികം ഇതിന് അനിയാണ്, അതുകൊണ്ട് അവൻ പറയട്ടാ, അല്ലെങ്കിൽ അധികം എന്നൊക്കെ പറയാം. അവൻ പറഞ്ഞത് അധികാരം കൊണ്ടാണ് എന്റെ അനിയൻ, അതുകൊണ്ട് പറയാം. ഗംഭീര സംഭവം. ചെന്താമര ചെയ്യുന്ന പടത്തിന്റെ ആ പൂജ ഒരു വലിയ സംഭവം. അത് സ്റ്റാൻഡേർഡ് ഫുഡ്, അത് ഇന്റർനാഷണൽ ലെവലാണ് പൂജ നടത്തിയത്. ഫുഡ് കാര്യങ്ങൾ, ലോക്കൽ ഫുഡൊന്നുമല്ല, സ്റ്റാൻഡേർഡ്. ഒരാൾക്ക് 350 രൂപ ഇപ്പൊ ഈ പാവങ്ങൾ ചെയ്തില്ലേ, വലിയ കാര്യമില്ല, മറക്കാൻ പറ്റുന്നില്ല ഒരിക്കലും. അത് എന്തായാലും അത് നടക്കട്ടെ. ഞങ്ങൾ എന്തായാലും വൈകാതെ വിഷ്ണുവിന്റെ അതെ, നമുക്ക് ഇനി ചെറിയൊരു വർക്ക് ബാക്കിയുണ്ട്. അതെ, നെന്മാറ പടത്തിലെ വർക്ക് നടക്കട്ടെ. അതെ, അതെ, നെന്മാറ പടം എല്ലായിടത്തും അത് നമ്മുടെ പടല്ലേ. അതെ, അത് നമ്മുടെ പടം. അതെ, 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 നമ്മുടെ പടങ്ങൾ. അതന്നെ നമ്മള് അതായത് ഓരോ ലൊക്കേഷനിൽ നമ്മളെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല പടങ്ങള് നമ്മൾ ഉള്ളവിടെ, അത് എവിടെയാണെങ്കിലും നമ്മൾ അവിടെ എത്തും, കാണും. സിനിമ, നാടകം, അതുപോലുള്ള വായന, കല, അത് എന്താണെങ്കിലും നമ്മൾ പ്രോത്സാഹിപ്പിക്കും. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മളും. അതില് ഇദ്ദേഹത്തെ പിടിച്ചപ്പോ പുള്ളി പറഞ്ഞില്ല, ഒരു ജീവിതത്തിൽ ഇപ്പോൾ എത്ര ശതമാനം ഒരു മനുഷ്യന് ഒരു 50% ജോബേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന്റെ വലിയൊരു ഉദാഹരണമാണ് എനിക്ക് ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വെച്ചാൽ, അമേരിക്കയിൽ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ, ചൈന ഏതോ കൺട്രികളിലൊക്കെ, UK-ലൊക്കെ ഒരു ജോലി ചെയ്യണമെങ്കിൽ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ ഉറക്കം. ഇതാണ് ജീവിതത്തിന്റെ ശൈലി. 8 മണിക്കൂർ, അങ്ങനെ 3/24 അങ്ങനെ പോകുന്നത്. ഇന്ന് നമ്മളിവിടെ ജീവിതത്തിൽ ഇന്ത്യയിലെ പല രീതിയിലുള്ള ആൾക്കാർ, സംസ്കാരങ്ങളാണ്, പല കച്ചവടങ്ങളും പറയുന്നത്. 24 മണിക്കൂറും ജോലി എടുക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ജോലി എടുത്തിട്ടുണ്ട് 24 മണിക്കൂറും. പിന്നെ ബാക്കിയുള്ള 24 മണിക്കൂർ നമുക്ക് ഉറങ്ങാൻ തികയാതെ വരും.
പക്ഷെ ഇതേ, അതായത് നമ്മളെക്കാൾ 2025 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ രാജ്യത്തിൽ നടക്കുന്ന അവസ്ഥകളാണ്. അപ്പൊ അതിൽപ്പെട്ടൊരു വ്യക്തിയാണെന്ന് എനിക്ക് വാസോട്ടം തോന്നുന്നു. കാരണം വെച്ചാൽ ഒരു ലിമിറ്റ് കഴിഞ്ഞ വാസോട്ടം അത് മതി. ഒരു 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ ആയി കഴിഞ്ഞ വാസോട്ടം മതി. പിന്നെ വാസോട്ടം ആ ഫോൺ എടുത്തിട്ട് ഇന്ന് അന്വേഷണം തുടങ്ങി. ഹലോ, എവിടെയാണ്, എന്താണ്, സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടോ, കാര്യങ്ങൾ ഓക്കെ ആണോ, ഇതാണ് വാസോട്ടം അന്വേഷണം. അപ്പൊ അത് വിനോദമാണ്, പുള്ളിയുടെ വിനോദമാണ് അത്. ആ വിനോദത്തിൽ പുള്ളി ഏർപ്പെട്ട് കഴിഞ്ഞു. പിന്നെ നേരിട്ട് കാണുന്ന സുഹൃത്തുക്കൾ വരും, അവർക്കും അറിയാം ഈ ടൈമിൽ വാസോട്ടം ഫ്രീ ആയിരിക്കുന്നത്. അവർ വന്നു, അവരായിട്ട് കുറച്ചു നേരം സംസാരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ പുള്ളി വാസോട്ടം വീട്ടിൽ പോയി. അപ്പൊ അത് ശരിക്കും ഒരു 3 പാർട്ടായിട്ട് വാസോട്ടം കൊണ്ടുപോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ വലിയൊരു കാര്യം. ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെട്ട മേഖല തെരഞ്ഞെടുത്ത് അതിലൂടെ നല്ല രീതിയിൽ സഞ്ചരിച്ചു കൊണ്ടുപോകും. ഇവിടെ ആളുകൾ കച്ചവടം ചോദിക്കാറില്ല. അടുത്ത പറയാതെ അതാണ് എനിക്ക് പൂക്കടയാണ്. അതെ, അടുത്ത പറയുന്നത് അതാണ്. ഞാൻ ചോദിക്കുന്നത് ഞാൻ ലോകത്ത് പോകും. അതെ, സെമി ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ഫിലിം ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്റെ ഈ 41 വർഷമായിട്ടുള്ള ബന്ധപ്പെട്ടത് പൂക്കടയാണ്. അതെ, അപ്പോഴും കച്ചവടം ചോദിക്കുന്ന ആൾക്ക് കുറവാണ്. അതെ, അടുത്തൊരു വർക്ക് അതെ, അതെ, അതാണ്. അത് പുള്ളി അത് ആ ഒരു ചോദ്യം വരണം എന്നുണ്ടെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളും ഒന്നുമല്ല, പക്ഷെ സിനിമാക്കാരുടെ ഒപ്പം സഞ്ചരിച്ച് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഞെട്ടിപ്പോയിട്ട് കച്ചവടം ചോദിക്കണ്ടേ? ചോദിക്കില്ല, ഇല്ല ചോദിക്കില്ല. അടുത്ത പടം വാസോട്ട. അപ്പൊ ചോദിക്കുമ്പോ എനിക്ക് വല്ലാത്ത ഞാൻ കലയെ സ്നേഹിക്കുന്ന ആളെ ഞാൻ. പക്ഷെ എന്നാലും ഇങ്ങനെ ചോദിക്കുമ്പോ ഞാൻ എവിടെ എത്തിപ്പെട്ടോ എന്നൊക്കെ തോന്നുന്നു. തീർച്ചയായിട്ടും മനുഷ്യന്റെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു. വാസോട്ട, പൂക്കട വാസോട്ട എന്ന് പറയുമ്പോ സിനിമാക്കാരല്ലേ ആള് പറയുമ്പോഴേ അത് ഈ ജനം പറഞ്ഞു. അതെ, എന്റെ ഫുട്പാത്തിൽ നിന്ന് എനിക്ക് ഓരോ സൗകര്യം ജനങ്ങളാണ് ഈ പറഞ്ഞത്. പൂക്കട വാസം ആ ജന പൂക്കട വാസം സിനിമക്കാർ ഇതൊക്കെ ഇങ്ങനെ പറയണത്. അതെ, അതെ, എന്നെ ഇവിടെ എത്തി ജനോട് ഇതൊക്കെ പറയണതും. അതെ, വേറെ ഒരാളൊന്നും പറയണില്ല, വേറെ ആരുമില്ല പറയുന്നത് എല്ലാം വലുതാക്കി ആൾക്കാരെ പറയണത്. അതെ, എന്നും വാസോട്ടന് ഇപ്പൊ നടക്കുന്ന, കാണുന്ന, കേൾക്കുന്ന, വാസോട്ടെ മനസ്സിലാക്കുന്ന ആൾക്കാരാണ് ചോദ്യം ചോദിക്കുന്നത്. വാസോട്ട പൂവുണ്ടോ, കച്ചവടം എങ്ങനെയുണ്ട് എന്നെല്ലാം ആദ്യം ചോദിക്കുക. വാസോട്ട അടുത്ത സിനിമ ഏതാ, ഇപ്പോഴത്തെ സിനിമ വാസോട്ട ഒരു അപ്ഡേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൊബൈലിൽ പിടിച്ച് ഞെക്കി സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല. അത് വാസോട്ടിന് കറക്റ്റ് ആയിട്ട് അറിയാം. കാരണം വെച്ചാൽ അവര് ഇൻഫർമേഷൻ കൊടുക്കണം. വാസോട്ട ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞ് തിരിഞ്ഞ് വരാൻ പോകുന്ന ഒരു മാസത്തിലെ കാര്യമായിരിക്കും. ചിലപ്പോൾ മലയാള സിനിമയിൽ ആൾക്കാർ വിളിച്ചിട്ട് പോലെ വാസോട്ട ഇന്നൊരു പാലക്കാട് ഒരു ഷൂട്ടിങ്ങിൽ ഞങ്ങൾ ഇന്ന സമയത്ത് വരുന്നുണ്ട് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവര് വാസോട്ടനെ ഇപ്പൊ നമ്മളേക്കാൾ ഒരു മാസം മുന്നിൽ സഞ്ചരിക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇത് സാധാരണക്കാര് കിട്ടുന്ന ഒരു നേട്ടമല്ല. പുള്ളി എത്ര സ്നേഹിച്ചോ അതിന്റെ തിരിച്ച് അല്ലെങ്കിൽ അതിന്റെ അപ്പുറം തിരിച്ച് ആ ആൾക്കാർ പുള്ളിനെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ സാഹചര്യം പുള്ളിയിൽ ഉണ്ടായിരുന്നത്. കാരണം വെച്ചാല് പുള്ളി ബിസിനസ് കണ്ടതാണെന്നുണ്ടെങ്കിൽ പുള്ളി വമ്പൻ ഒരു ബിസിനസ്മാൻ ആവും. ഇന്ന് നല്ലൊരു ലക്ഷറി ലൈഫ് പുള്ളിക്ക് ഉണ്ടാവും. പണം ഉണ്ടാക്കാൻ 100 വഴി. അതെ, എനിക്ക് ഞാൻ പൊട്ടണമെന്നല്ല, എനിക്കറിയാം. അതെ, പണം ഉണ്ടാക്കാൻ എനിക്ക് 100 ഈ കച്ചവടത്തിന് വഴിയുണ്ട്. എനിക്ക് അത് തോന്നിയില്ല, എനിക്ക് അങ്ങനെ തോന്നിയില്ല. അതെ, അതെ, ഈ പണമാണ് ഏറ്റവും വലുത് ഞാൻ തോന്നിയില്ല. അതായത് എന്റെ 25ാം വർഷം, 30ാം വർഷം, 40 വർഷം ആ പൈസക്ക് കൂട്ടുകയാണെങ്കിൽ എനിക്ക് കണ്ടമാനം ഒരു പലിശ മറ്റേ പണം ബാങ്കിൽ സൂചിക്കുക എനിക്ക് തോന്നിയില്ല. ഞാൻ അറിവില്ലാത്തോണ്ടല്ല, എനിക്ക് അതൊന്നൊരു വ്യത്യസ്തമായി പോകണം എനിക്ക് തോന്നി, അത്രേ ഉള്ളൂ. ചില ഈ ഇവരൊന്നും വിവരമില്ല, ഇത് വെറുതെ അനാമത്തെ കാശ് കളിച്ച് പണം കളഞ്ഞ് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പണം കളഞ്ഞില്ല. എന്നെ 41ാം വർഷം ജനം 100 കോടി ഇപ്പൊ മേലെ വരും. 5 എനിക്ക് ഒരു ചെലവ്, ബാക്കിയൊക്കെ അവര് ഫ്രീയാണ്. ഒന്നും എനിക്ക് ചെലവില്ല. ഇത് ഈ സാധാരണക്കാർ വടക്കേ സാധാരണക്കാർ വേറെ കടക്കാൻ വേണ്ടി നടക്കുന്ന കാര്യമല്ല അത്. എനിക്ക് തോന്നി അവര് വന്നു. ഇനിയിപ്പോ അവര് വീട്ടിൽ വരും എന്ന് പറയാൻ. അതിനുശേഷം എത്രയോ പ്രാവശ്യം ഈ നടപടികൾ 4-5 ദിവസം കട വന്നിട്ടുണ്ട് പറഞ്ഞു. അപ്പൊ ഇവർക്ക് പണത്തോട് ആർത്തിപൂത്ത ആൾക്കാർ പിടിയിട്ട് ഉണ്ട്. ഏറ്റവും വലിയ പണം തോന്നിയില്ല, എനിക്ക് തോന്നിയില്ല. അത് അതിന്റെ ആവശ്യം തോന്നിയില്ല. ബുദ്ധിമുട്ടിന് ഒരു കാര്യം മനസ്സിലാക്കാം. ഒരു 1000 രൂപ ചോദിച്ചാ, ഒരാൾ ചോദിച്ചാ അതിനെ നീ 1000 രൂപ നീ വാങ്ങിക്കണമെങ്കിൽ നിന്നിൽ നിന്ന് എന്ന് തെളിവുണ്ട് അവിടെ മേടിച്ച്. അതാണ് ഈ ലോകം. അപ്പൊ നമുക്ക് അവനെ ബഹുമാനിക്കായിരുന്നു. പണമല്ലേ സുബേർ 10,000 രൂപ ചോദിക്കണമെങ്കിൽ ആ 10 രൂപയ്ക്ക് തരണമെങ്കിൽ നീ ആ തെളിവിനോട് ആ 10 രൂപ നിന്റെ അവർ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം. പിന്നെ അവൻ വെറുതെ ഇല്ലല്ലോ, കാശിന് തീർച്ചയായും. അപ്പൊ നമുക്ക് അവന് ബഹുമാനിക്കായിരുന്നില്ല, നമുക്ക് ആവശ്യമില്ല.
അമിതമായിട്ട് കാശിനെ മാത്രം സ്നേഹിക്കുന്ന ആൾക്കാർ ഈ ജീവിതത്തില് അവർ ശരിക്കും പറഞ്ഞ ഒറ്റപ്പെട്ടു പോകുന്നു. അല്ല പണം, അതെ ഞാൻ പറയും ഇപ്പൊ എപ്പോഴും ഞാൻ വേറെ പറയാം, ഇവൻ ഉണ്ടാക്കാം, ഞാൻ പറയാം പണം ആർക്കും ഉണ്ടാക്കാം, ഏതൊക്കെ രീതിക്ക് ഉണ്ടാക്കാം. ഇപ്പൊ സുബേറിന് പണം ബുദ്ധിമുട്ട്, മനാവിന് ബുദ്ധിമുട്ട്, ഒക്കെ ബുദ്ധിമുട്ട്. പക്ഷെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, എങ്ങനെയെങ്കിലും പണം വേണം, പണമാണ്. അപ്പൊ നിങ്ങൾക്ക് ഒപ്പിട്ട് കൊടുക്കാൻ നിൽക്കും, ആ വായിക്കാൻ നിൽക്കില്ല. അവൻ അവിടെ എന്തൊക്കെ എഴുതി വെച്ച് നിങ്ങൾ വായിക്കും? എന്താ നിങ്ങൾക്ക് ആവശ്യം പണമാണ്, അല്ലേ? അപ്പൊ അവിടെ എഴുതി വെച്ചത് വായിക്കാൻ നിൽക്കുമോ? അതാ മൂലം. അത് നമ്മൾ വിവരമില്ലാത്തതാണ് അവൻ തോന്നും. നമുക്ക് നമ്മൾ ഗതികേട് കൊണ്ട് നമ്മൾ ചെയ്തു പോകുന്നതാണ്, നമ്മൾ ഗതികൊണ്ട് ഒപ്പിട്ട് കൊടുക്കും. പക്ഷെ വായിക്കാൻ നിന്ന് നമ്മൾ പെട്ടു. നമുക്ക് അറിയാത്ത ഒരാളെന്ന് അറിയാത്ത ഭാഷയൊക്കെ എഴുതി വെക്കും, അതാണ് ഒക്കെ ഒപ്പിട്ട് കൊടുക്കും. ഒപ്പിട്ട് കൊടുത്ത് ലാസ്റ്റ് ഒപ്പിട്ട് പോകും. പക്ഷെ അവൻ ബുദ്ധിമാനാണ്, എന്താ അവൻ പലിശക്കാരനാണ്, അവൻ പൈസ ഉണ്ടാക്കി നിൽക്കുന്ന ആളാണ്. ഇത് അപ്പൊ നമ്മള് കേട്ടത് എന്ത് ചേട്ടത്തേക്ക് ഓസ്ട്രേലിയ പറ തള്ളിടാൻ നമ്മുടെ അപ്പോഴത്തെ സാഹചര്യം നടക്കൂല. അല്ല, വാസവൻ പറഞ്ഞത് നമ്മുടെ മലയാളികൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മടിയന്മാരാണ്. ഈ മടിയന്മാര് അങ്ങനെ മിണ്ടാതിരുന്ന് കാശുണ്ടാക്കാന്നുള്ള ആൾക്കാരാണ്. അപ്പൊ അവര് പോയി പെടുന്നതാണ്. ഒരുപാട് ഫൈനാൻസ് സ്ഥാപനങ്ങൾ ഇപ്പൊ ഒരു 10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഒരുപാട് ഉടലെടുക്കുന്നത്. ഇപ്പൊ മലയാളികൾ പണിയെടുക്കുന്നത് തന്നെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ ചെറുകിട ലോണുകൾ അടയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പൊ അവർക്ക് പറഞ്ഞു വെച്ചാല് നമ്മൾ ഇഷ്ടപ്പെട്ട ജോലി എന്താണോ അത് നാളെ വളരെ വൃത്തിയിൽ ചെയ്തിട്ട് നല്ലൊരു മനുഷ്യനായിട്ട് മാറുക. കാശ് മാത്രം സ്നേഹിച്ച് പോകുന്ന ഒരു, സത്യം പറഞ്ഞാൽ അവർ ജീവിതത്തിൽ ഒറ്റപ്പെട്ട ആൾക്കാർ തന്നെ. അവർ ഒരു ഉണ്ടയും കൂടെ ഉണ്ടാക്കാൻ അവരെ കൂടെ കഴിയൂല. ഇപ്പൊ വാസോടെ 41ാമത്തെ വാർഷികം നടത്തി. ഒരുപാട് ഞാൻ പറയണെങ്കിൽ ഒരു 3 ഡ്രോയിൽ സ്റ്റേജിൽ ഇരിക്കുന്ന ആൾക്കാർ, മിക്ക ആൾക്കാരും ലക്ഷങ്ങൾ പെർ ഡേ സിനിമയിൽ മേടിക്കുന്ന ആൾക്കാരാണ്. അവർ വന്ന് പോകണമെന്നുണ്ടെങ്കിൽ മിനിമം ആ ഒരു ദിവസത്തെ പരിപാടി 1 കോടി ഉൾപ്പെടെ മേളിൽ നടക്കുന്ന പരിപാടിയാണ്. അത് വെറിയ ഒരു ചെറിയൊരു നോക്കിയ 1000 രൂപയുടെ ഫോൺ വെച്ച് ഡീൽ ചെയ്ത് ഇത്രയും ആൾക്കാരനെ വാസുവേട്ടന്റെ ഒരു പരിധിയായി ഉള്ള പൈസ കൊണ്ട് എടുത്ത് ഇവിടെ വന്ന് വാസുവേട്ടനെ അനുഗ്രഹിച്ച് വാസുവേട്ടന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും മേടിച്ചിട്ട് പോയിട്ടുള്ള ആൾക്കാരാണ്. സാക്ഷിയായിട്ടുണ്ടായിരുന്നു ഞാൻ. കാഴ്ചയിൽ ഞാൻ ആ സദസ്സിലുണ്ടായിരുന്നു, വാസുവേട്ടൻ്റെ ഒപ്പം തന്നെ ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് മലയാള സിനിമയിൽ ഇന്ന്, അതായത് ഒരു സാധാരണക്കാരനാകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, കലയെ മാത്രം ഇഷ്ടപ്പെടുന്നു എന്ന് മാത്രം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അയാൾക്ക് ഇങ്ങനെ അത് ചെയ്യാൻ കഴിഞ്ഞുണ്ടെങ്കിൽ അത് ഒരിക്കലും എവിടെയും നമുക്ക് ഓസ്കാറിന് അപ്പുറത്തേക്ക് ഒരു അവാർഡ് ഉണ്ടെങ്കിൽ അത് നമുക്ക് വിളിച്ചു കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ ഇത് വിളിച്ചു പറയാൻ ആഗ്രഹിച്ചൊരു കാര്യമില്ല, പക്ഷെ നമ്മുടെ സാക്ഷിയായിട്ട് കണ്ട ഒരു കാര്യത്തിന് നമ്മൾ എടുത്തു പറയുന്നത് മാത്രം. അത് ആർക്കും കഴിയില്ല. ഇപ്പൊ ഒരു കോടീശ്വരൻ, ഒരു വലിയൊരു കാശ് എന്തായുള്ള ഒരാള് ഇന്നൊരാളെ വിളിക്കുമ്പോൾ ആള് പറയും എൻ്റെ ഒരു ദിവസത്തെ ശമ്പളം 1 ലക്ഷം രൂപയുണ്ടാവും മിനിമം പറയും. അങ്ങനെ 30 ആൾക്കാർ പറഞ്ഞ് 30 ലക്ഷം രൂപയായി. ഇത്രയും സെറ്റിങ്സും മറ്റുള്ള കാര്യങ്ങൾ കൂടി കോർഡിനേറ്റ് ചെയ്ത് ഇത്ര ദിവസങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ പൈസ ഫണ്ട് മാറി. ഇതങ്ങനെയല്ല. ഒരു സിആർ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒന്നുമില്ല. ഇതങ്ങനെയല്ല. ഇത് മൂപ്പരിന്റെ ഒരു കാൽക്കുലേറ്ററിൽ പ്ലാൻ ചെയ്ത് അയ്യോ വാസുവിന്റെ പരിപാടി അത് പോണട്ടാ, ആള് ഇഷ്ടപ്പെടുന്നത് കാശിനെയല്ല. അപ്പൊ ഞാനും കാശിനെ അല്ല ഇഷ്ടപ്പെടേണ്ടത്. ആൾ ഇഷ്ടപ്പെടുന്ന കലയാ. ഞാനൊരു കലാകാരനാണ്. അങ്ങനെയുള്ള വന്ന കലാകാരന്മാരാണ് ഒരുപാട് പേര്. പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. A to Z സിനിമയിൽ പല കാറ്റഗറികളുണ്ട്. ഈ പല കാറ്റഗറികളിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് ഒരുപാട് പേര് പിന്നെയും വരാനുണ്ട് മൂപ്പരെ ക്ഷണിക്കണമെന്നുണ്ടെങ്കിൽ. പക്ഷെ ഒരു പരിധിയുണ്ട്, ഒരു ലിമിറ്റ് ഉണ്ടല്ലോ ഏതൊരു കാര്യത്തിനും. ആ ലിമിറ്റിൽ ഉള്ളിൽ നിന്നുകൊണ്ട് വടക്കഞ്ചേരി എന്നല്ല മലയാള സിനിമയാണ് ശരിക്കും പറഞ്ഞാൽ അത് ശരിക്കും ഞെട്ടിച്ചൊരു ന്യൂസാണ്. ഞെട്ടിച്ചു. എത്ര ആൾക്കാർ ഇവിടെ വന്നു. ഇവിടെയല്ല, സത്യം പറഞ്ഞാൽ വടക്കഞ്ചേരി ഒരു നിസ്സാര ടൗണൊന്നും അല്ല. തൃശ്ശൂരിന്റെയും പാലക്കാടിന്റെയും സെൻട്രലുള്ള ഒരു വലിയ ടൗണാണ് വടക്കഞ്ചേരി. നല്ലൊരു ഏരിയയാണ്. അപ്പൊ ഇവിടെ തന്നെ കോടിക്കണക്കിന് ആസ്തിയുള്ള എന്താ പറയാ കോടീശ്വരന്മാർ ഒരുപാട് പേരുണ്ട്. അവരോടക്കം സ്റ്റേജിൽ നിന്ന് വായ വിളിച്ചു. ഇയാൾക്ക് ഇത് എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു? MP, MLA, പോലീസ് ഉദ്യോഗസ്ഥര്, ഇതുപോലുള്ള കോടീശ്വരന്മാര്, മറ്റുള്ള മേഖലയിലുള്ള ആൾക്കാർ, അതായത് അവരുടെ ജീവിതത്തിൽ ഒരു വൃത്തത്തിനുള്ളിൽ ജീവിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. പിന്നെ ചെറുകിട ലക്ഷപ്രഭുക്കള്, മറ്റുള്ള കച്ചവടക്കാര്, മറ്റുള്ള ആൾക്കാരൊക്കെ. ഇവരൊക്കെ വിചാരിച്ചു ഇത് എങ്ങനെ ഇയാൾക്ക് കഴിഞ്ഞു? അത് മൂപ്പറുടെ അധ്വാനമുണ്ട്. കാരണം വെച്ചാൽ മൂപ്പർ ഇഷ്ടപ്പെട്ടത്